ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് റമദാൻ ഡേ 2 ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ നോക്കിയപ്പോഴത്തേന് ഇന്ന് ഇക്കാക്ക് ഓഫീസുള്ള ദിവസമാണ്. അപ്പം ഞാനും മോളും മാത്രമല്ലേ ഉള്ളൂ. അപ്പം പിന്നെ ഇന്നും കൂടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എടുത്തതാണ്. അപ്പോൾ രാവിലെ തന്നെ ഇക്ക ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിട്ട് ഞാൻ ഓതി എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേനും ഒരു 6-6:30 എന്തായാലും ആവും. 6:30 കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മോൾ എഴുന്നേറ്റ് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവൾക്ക് പല്ലൊക്കെ തേച്ച് അവളെ ഫ്രഷാക്കി ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അവളൊക്കെ എണ്ണയൊക്കെ തേച്ച് അവളെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് സെറ്റായി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കരിയൊക്കെ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി കരിയൊക്കെ വരച്ചിട്ട്. അപ്പം ഞാൻ പിടിച്ച് കിടത്തുമ്പോഴത്തേനും അവൾ ഇറങ്ങി ഓടും. ഇതായിരുന്നു അവസ്ഥ. നിങ്ങൾ ഈ കാണുമ്പോഴത്തേനും അയ്യോ എന്ത് കൊച്ച് അടങ്ങി കിടക്കുന്നതെന്നൊക്കെ വിചാരിക്കും. ആള് ചെറുതായിട്ട് ചട്ടമ്പിത്തരവും വാശിയും കുറുമ്പൊക്കെ ഉള്ള ആള് തന്നെയാണ്. പിന്നെ കൂടുതൽ അതൊക്കെ ഉള്ളത് ഇക്കായും കൂടി ഉള്ളപ്പോഴാണ്. ഇക്ക ഓഫീസിൽ പോകുമ്പോൾ ഞാനും മോളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളിക്കാരത്തിയുടെ അടവൊന്നും നടക്കത്തില്ല. എൻ്റെ ഉമ്മാടത്തും ഇക്കാടത്തും എൻ്റെ വാപ്പാടത്ത് വലിയ പ്രശ്നമില്ല. ഞങ്ങളുടെ അടുത്തൊക്കെ ഭയങ്കര വാശി കാണിക്കും. പക്ഷെ എൻ്റെ അടുത്ത് കാണിക്കത്തില്ല. ഞാൻ ഇച്ചിരി വിരട്ടിയൊക്കെയാണ് നിർത്തിയേക്കുന്നത്. അന്നും പറഞ്ഞ് ഭയങ്കര വിരട്ടലൊന്നുമല്ല. പക്ഷേ അവളുടെ എല്ലാ വാശിക്കും ഞാൻ നിന്ന് കൊടുക്കാറില്ല. സോ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പിന്നും ഡീസൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നും എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാനിപ്പോൾ എന്താ പറയുന്നേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഞാൻ അവൾക്ക് വേണ്ടി മാത്രമാണ് നോമ്പ് സമയത്ത് ചോറ് വയ്ക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത് അങ്ങനെ തന്നെ ആയിരുന്നു, ഇത്തവണ അങ്ങനെ തന്നെ. കാരണം എൻ്റെ ഹസ്ബൻഡ് നോമ്പ് ടൈമിൽ 30 ദിവസവും ചോറ് കഴിക്കാറില്ല. ചോറ് കഴിക്കാറേ ഇല്ല. എനിക്ക് സത്യം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ ചോറ് വെച്ച് എന്തിനാണ് വെറുതെ വേസ്റ്റാക്കി കളയുന്നതെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ ചോറ് വെക്കാറില്ല. അവൾക്ക് വേണ്ടി മാത്രം കുറച്ച് ബിരിയാണി റൈസ് ഇട്ട് കുറച്ച് വളരെ കുറച്ച് അന്നത്തേക്ക് മാത്രം വെക്കും. അപ്പോൾ അത് ഭയങ്കര ടാസ്ക്കാണ് അങ്ങനെ വെക്കുന്നത്. എന്നാലും പിന്നെ ഫ്രിഡ്ജിൽ ആക്കാറില്ല ഞാൻ. പിന്നെ അഥവാ ഇൻ കേസ് ബാക്കി വരുവാണെന്നുണ്ടെങ്കിൽ അത് അപ്പത്തിനോ ദോശയ്ക്കോ ഇടും, ആട്ടുമ്പത്തേനും അതിലങ്ങ് ചേർക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് ചോറേ വെക്കാറുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ മത്തൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കറിയായിട്ടൊന്നുമല്ല, ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പിടിച്ചിരുത്തിയപ്പോൾ നിങ്ങൾ വിചാരിക്കും അടങ്ങിയിരിക്കുന്നത്, എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരിക്കുവാണ്. പിന്നെ ഞാൻ മാത്രമുള്ളപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പിന്നും പറഞ്ഞാൽ അവിടെ അടങ്ങിയിരിക്കും. ഇക്കായും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല. അവിടെ നിന്നെടുത്ത് ചാട്ടം, ഇവിടെ നിന്നെടുത്ത് അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞങ്ങൾ മാത്രമായതുകൊണ്ട് അതിൻ്റെ രീതിക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കസ്കസ് എടുത്ത് വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു. എന്നും വിചാരിക്കുന്നതാണ് ഇത് വെള്ളത്തിയിടണമെന്ന്. പക്ഷേ മറന്നു പോകും സമയമാകുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മ വന്നപ്പം പെട്ടെന്ന് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവൾക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വന്ന് കിടന്നപ്പോഴത്തേനും ഞാനും അവൾ മാത്രമല്ലേ ഉള്ളൂ. കൊച്ചു ബോറടിച്ച് ഉറങ്ങിപ്പോയിരുന്നേ. സാധാരണ പകൽ ഉറങ്ങാറേ ഇല്ല. എല്ലാവരും പറയും പകൽ കൊച്ചുങ്ങൾ ഉറങ്ങും. എൻ്റെ മോൾ പകൽ ഉറക്കാറേ ഇല്ല. ഇതിപ്പോൾ ബോറടിച്ചാണ് മറ്റോ ആണ് എൻ്റെ അടുത്ത് കിടന്നങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ ഉറങ്ങിയ തക്കത്തിന് ഞാൻ വേഗം എഴുന്നേറ്റ്. ഇപ്പോൾ ലോഹറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ കയറി നമസ്കരിക്കാമെന്ന് വിചാരിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നമസ്കാരം നടക്കത്തില്ലെന്നല്ല, പക്ഷെ നമസ്കരിക്കുന്ന സമയത്ത് ആൾ കൂടെ നിൽക്കും കേട്ടോ. അതുകൊണ്ട് വലിയ സീനില്ല. അപ്പം അവളെ എഴുന്നേൽക്കാൻ നിന്നാൽ ലേറ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കയറി നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക പിന്നെ ഞാൻ എന്തുവാണ് പിന്നെ ഞാൻ വിചാരിച്ച് എന്താക്കും, ഡൗട്ട് അടിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ച് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ ബ്രെഡും ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ച് പോക്കറ്റ് ഷവർമ ആക്കാമെന്ന്. അങ്ങനെ ഇക്ക വൈകിട്ടായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ആക്റ്റീവ ഞങ്ങളുടെ ഓപ്പോസിറ്റ് വീട്ടിലാണ് വെക്കുന്നത്. ഇവിടെ താഴെ പണി നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഇക്ക വണ്ടി അവിടെ വെച്ചിട്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക ഇത്തിരി നേരത്തെ പോയിട്ട് നേരത്തെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബ്രെഡ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ചിക്കനും കുറച്ചുണ്ടായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ചു ഇന്ന് കട്ട്ലറ്റ് ആക്കണ്ട, പോക്കറ്റ് ഷവർമ ആക്കാമെന്ന്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ എടുത്ത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരാ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ചില സമയത്ത് വാശിയായിരിക്കും, ചില സമയത്ത് കുഴപ്പമില്ല, എഴുന്നേറ്റ ഉടനെ ആൾ ഉഷാറായിരിക്കും, ചില സമയത്ത് വൻ സീനായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് അവൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോറ് കൊടുത്ത് എന്തുവാണ് ജസ്റ്റ് മത്തൻ ഞാൻ വേവിച്ചില്ലേ ഉപ്പിട്ട്, അതും തൈരും ചേർത്താണ് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചില സമയത്ത് കഴിക്കും. ഇവൾ ഫുഡ് കഴിക്കാനൊക്കെ ആൾ ഭയങ്കര പിറകിലോട്ടാണ്. നമ്മളെ ഇട്ട് പ്രാന്തടുപ്പിച്ചിട്ടൊക്കെ ഒരു പിടിയെങ്കിലും വായിൽ വെക്കത്തുള്ളൂ. അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളൊന്ന് ഉഷാറായപ്പോഴത്തേനും പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ കയറി പോക്കറ്റ് ഷവർമയ്ക്ക് വേണ്ടി ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാടാക്കിയ എന്തിനാണ് വെറുതെ വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കുറച്ചേ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2 ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 4 പീസ് വരുമല്ലോ, അത് തന്നെ ഹെവിയാണ്. പിന്നെ അത് കഴിഞ്ഞ് മയണൈസൊക്കെ അടിച്ചെടുത്ത് പോക്കറ്റ് ഷവർമയൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ ഞാൻ വിചാരിച്ച് ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അതിന് വാഴയ്ക്കാപ്പം പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ
കുറച്ചേരൊക്കെ ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് ഏതെങ്കിലും ഒന്നാക്കിയാൽ പോരെയെന്ന്. സംഭവം ഞാൻ ഇങ്ങനെ ആക്കുന്ന വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിലെന്നല്ല, ഞാൻ കല്യാണം കഴിച്ച അന്നേ ഞാൻ ഫസ്റ്റ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യം നോമ്പോട്ട് ഞങ്ങൾ അൽഹംദുലില്ലാ ഒരുമിച്ചാണ്. അപ്പോൾ ആ നോമ്പിനെ എല്ലാം ഞാൻ ഇങ്ങനെ തന്നെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഒന്നുകിൽ ആ സമയത്ത് ഇക്കാക്ക് വല്ല മീറ്റിങ്ങോ ട്രെയിനിങ്ങോ കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ സമയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇക്ക പിന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. അപ്പോൾ എനിക്ക് ടെൻഷനാവും. അപ്പോൾ ഇങ്ങനെ ഞാൻ ആക്കി വെക്കുമ്പോഴത്തേനും ഇനി കോളാണെങ്കിലും മീറ്റിംഗ് ആണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും എന്താണെങ്കിലും ഇക്ക എടുത്ത് കഴിക്കും. അപ്പോൾ ഇക്ക എന്തുവാണ്, എനിക്കൊരു സമാധാനമാണ്, ഇക്കായും കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്കി വെക്കുമ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ കഴിക്കാറുമുണ്ട്. അതുകൊണ്ട് എനിക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇക്ക ഫുഡ് കഴിക്കാൻ നല്ല ലേറ്റ് ആവും. ഇനി 12 2 മണിക്കാണ് മീറ്റിംഗ് കഴിയുന്നുണ്ടെങ്കിൽ അതുവരെ ഇക്ക ഇങ്ങനെ ഇരിക്കും. ഞാനൊരു എക്സാമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞതാണ്. എത്ര ലേറ്റ് ആയാലും ഇക്ക അത് കഴിയാതെ ഫുഡ് കഴിക്കത്തുമില്ല. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് മീറ്റിംഗ് കഴിയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി നമസ്കരിക്കാൻ തറാവി നമസ്കരിക്കാനായിട്ട് പോകും. അപ്പോഴും ഫുഡ് കഴിക്കാൻ ലേറ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി ഞാൻ വെക്കുമ്പോഴത്തേനും പുള്ളി കഴിക്കും. അപ്പോൾ എനിക്കൊരു സമാധാനമാണ്. ആ ഓക്കെ. പിന്നെ എനിക്ക് ഇക്ക അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ആക്കാൻ ഇഷ്ടവുമാണ്. ഇനിയിപ്പോൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്കത് ഇഷ്ടമാണ്. പിന്നെ ചില സമയങ്ങളിൽ ഞാൻ റെയറായിട്ട് മാത്രമേ നോമ്പിനൊക്കെ, എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ നോമ്പിന് പുറത്തുനിന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ബാംഗ്ലൂരായിരുന്ന സമയത്ത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് എന്തെങ്കിലും വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്യാറ് തന്നെയാണ് പതിവ്. അപ്പോൾ ഇന്ന് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഏത്തപ്പഴവും വാഴയ്ക്കാപ്പവും പോക്കറ്റ് ഷവർമ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ബീഫിൻ്റെ കറി ഇന്നലെ വെച്ചതുള്ളത് കൊണ്ട് തന്നെ ഇക്ക പറഞ്ഞത് ഈ പാലാടയാക്കാം, അതാകുമ്പോൾ കുഴപ്പമില്ല എളുപ്പമല്ലേ, കറി ഉണ്ടല്ലോ, വേറെ കറി വെച്ച് വെറുതെ എന്തിനാണ് ഇതാകുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ് പാലാടയാക്കാമെന്ന്. അങ്ങനെ പാലാടയ്ക്കുള്ള മാവൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇക്കാക്ക് ചെറിയൊരു തലവേദന കാരണം ഇക്ക കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഒരാൾ ഓടി വന്ന് എൻ്റെ ഒക്കത്തൊക്കെ കയറി. പിന്നെ താഴെ ഇറങ്ങൂല. ഇക്ക കിടക്കുന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, മോളെ വാപ്പി തലവേദനയാണ് പോകണില്ലേ എന്നൊക്കെ പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ചെല്ലും വാപ്പി വാപ്പി വിളിച്ച്. പിന്നെ ഞാൻ പിടിച്ച് ഒക്കത്തിരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ ഇടുന്നുണ്ടായിരുന്നു. ചായ ഞാൻ സമയത്തേ വെക്കത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ തണുത്ത് പോകും. എനിക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ ചായ നിർബന്ധം, അങ്ങനെ പെട്ടെന്ന് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇക്കാക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ചായ നിർബന്ധമാണ്. പിന്നെ ഞാൻ ഇവിടെ ഇരുത്തിയിട്ട് പോയപ്പോഴത്തേനും ദാ മുട്ടയെല്ലാം കൂടെ വലിച്ച് താഴെ ഇടാൻ പോണ്. പിന്നെ നോക്കുന്ന നോട്ടം കണ്ടില്ലേ, പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ പിടിച്ചിരുത്തിയത്, കലിപ്പിച്ചിട്ടാണ് നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം, ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് ആൾക്ക് ഇഷ്ടമേ അല്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് മോളെ ഉമ്മയ്ക്ക് വയ്യ അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ചാടും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയപ്പോഴത്തേനും കൊണ്ട് ടേബിൾ ടോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുവായിരുന്നു ഞാൻ ഈത്തപ്പഴവും 2 3 ഇന്നലത്തെ എടുത്തതുണ്ടായിരുന്നു. സോ അതും ഞാനങ്ങ് പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുവാണ് ജ്യൂസും ചായയും എല്ലാമൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ട് നോമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇനി എല്ലാ ദിവസവും ഞാൻ ഇതേപോലെ ഡെയിലി വ്ളോഗൊന്നും എടുക്കത്തില്ല. ഇന്ന് പിന്നെ ഇക്ക ഇല്ലാത്തൊരു ദിവസമല്ലേ, ഇക്ക ഓഫീസിൽ പോയപ്പോൾ ഞാനും മോളും മാത്രമല്ലേ, ആ ഒരു ഇതിൽ ഞാൻ അങ്ങ് എടുത്തതാണ്. പിന്നെ നോമ്പൊക്കെ മുറിച്ച് ഫസ്റ്റ് നോമ്പ് മുറിക്കുന്നതിൻ്റെ അന്ന് ആ സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് പിന്നെ നോമ്പൊക്കെ മുറിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പോയി ഓതി നമസ്കാരം എല്ലാം കഴിഞ്ഞൊരു കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെയാണ് ഞാൻ വന്ന് പാലാട ആക്കിയിട്ടുണ്ടായിരുന്നത്. പാലാട കഴിച്ച് അത് ചൂടോടെ തന്നെ കഴിക്കണം. ഞാൻ ഇടയ്ക്ക് ഏതോ ഒരു ഇതിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഏത് ഫുഡാണെങ്കിലും അങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ അത് കറക്റ്റാണ്, ഏത് ഫുഡ് നമ്മൾ ചൂടോടെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. പക്ഷെ പാലാട തണുത്തിട്ട് കഴിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം കുറവാണ്. ഇത് ചൂടോടെ പഞ്ചസാര ഇട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ കുറച്ച് സവോളയും പച്ചമുളക് അതൊക്കെ അരിഞ്ഞിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. പക്ഷെ ഞാൻ ഇതിലൊപ്പം ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ മാവും മുട്ടയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നത് അടിപൊളിയാണ്. അങ്ങനെ ഞാൻ അതൊക്കെ ചുട്ട് ചൂടോടെ തന്നെ ഇക്കാക്ക് ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നു.